നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആഗസ്റ്റ് മാസത്തിൽ ചിങ്ങം രാശിയിൽ രൂപം കൊള്ളുന്ന ലക്ഷ്മി നാരായണ യോഗം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് വളരെയേറെ ഗുണകരമാകുന്നത് എന്നുള്ള കാര്യമാണ്. ഒരു രാശിയിൽ ബുധനും ശുക്രനും തമ്മിൽ യോഗം ചെയ്യുന്ന ഒരു ജ്യോതിഷ സംഭവത്തെയാണ്, അസ്ട്രോളജിക്കൽ ഫിനോമിനനാണ് ഈ ലക്ഷ്മി നാരായണ യോഗം എന്ന് അറിയപ്പെടുന്നത്. ബുധൻ ബുദ്ധിയുടെയും ഗണിതത്തിൻ്റെയും കൗശലത്തിൻ്റെയൊക്കെ പ്രതീകമാണ്. ബുദ്ധിയെയും കാര്യപ്രാപ്തിയെയും ഗണിതം, കലാവിദ്യകൾ, ശാസ്ത്രപാഠം, സദാചാരം, സാമർഥ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതാണ് ബുധൻ. വിദ്യാവിജ്ഞാനവാണി ഗണിതലിപി കലാശുക്തി യുക്തിത്വ ജിഗ്വ എന്നുള്ളതാണ് ആ പ്രമാണം പോകുന്നത്. ശുക്രനാണെങ്കിൽ സമ്പത്തിൻ്റെയും ആഭരണങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങൾ, സൗന്ദര്യം, സുന്ദരമായ വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ, ശാസ്ത്രങ്ങൾ, കാവ്യങ്ങൾ, വിശേഷ വസ്ത്രങ്ങൾ, ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രണയം, സ്നേഹബന്ധങ്ങൾ, വിവാഹം, പശുക്കൾ, പുഷ്പങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ, ഇതിനെല്ലാം സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. സമ്പദ്യാനാംബര ശ്രീനിധി സുഖരമണി രത്നഭൂഷ വിലാസോഷ്ണീഷ ലേഖ്യാർത്ഥ കാവ്യാഗമ കവച നിജോളാളി ഗീതാളി വേശ്യ, ഇങ്ങനെ ശുക്രൻ്റെ കാരകത്വം അങ്ങ് ദീർഘിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഈ ബുദ്ധിയുടെ കാരകനായ ബുധനും മനോഹരമായ വസ്തുക്കളുടെ, ജീവിതത്തിലെ സന്തോഷവും സുഖവും നൽകുന്ന വസ്തുക്കളുടെ കാരകനായ ശുക്രനും കൂടെ ഒരു രാശിയിൽ സംഗമിക്കുമ്പോൾ ആ യോഗത്തിനാണ് ലക്ഷ്മി നാരായണ യോഗം എന്ന് പറയുന്നത്. അത് പറയാനൊരു കാരണം എന്താണ്? ലക്ഷ്മി, ശുക്രനാണ് ലക്ഷ്മിയെ സൂചിപ്പിക്കുന്നത്, ലക്ഷ്മി ദേവിയെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. ബുധനാണെങ്കിൽ വൈഷ്ണവ അവതാരങ്ങളെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ബുധൻ. നമ്മൾ ശ്രീകൃഷ്ണനെയാണ് സാധാരണ ആരാധിക്കുന്നതെങ്കിലും വിഷ്ണു എന്നുള്ള സങ്കല്പത്തിലാണ് ബുധൻ നമ്മൾ എടുക്കുന്നത്. അതായത് വിശാലമായ അർത്ഥത്തിൽ വൈഷ്ണവാംശം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം വിഷ്ണുവും ലക്ഷ്മിയും ചേരുന്നതാണ് ഈ ബുധശുക്ര യോഗം. അതുകൊണ്ടാണ് അതിന് ലക്ഷ്മി നാരായണ യോഗം എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും സമ്പത്തിൻ്റെ ആധിപത്യമുള്ള ദേവതകളാണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ചേരുമ്പോൾ പല നക്ഷത്രക്കാർക്കും വളരെ അഭൂതപൂർവമായ രീതിയിൽ സമ്പത്തും അല്ലെങ്കിൽ സൗഭാഗ്യങ്ങളും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും പണമായിട്ടാകണമെന്നില്ല, ജീവിതത്തിലെ നല്ല നല്ല അവസരങ്ങളായിട്ടാകാം, നല്ല സുഹൃത്ബന്ധമായിട്ടാകാം, ബിസിനസ്സിലെ വളർച്ചയായിട്ടാകാം. അങ്ങനെ ഓരോ രീതിയിലാണ് ഓരോ നക്ഷത്രക്കാർക്ക് ഐശ്വര്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് വളരെ ചുരുക്കത്തിൽ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ ഒരു കാലഘട്ടം ഗുണകരമാകുന്നത് എന്ന് നോക്കാം. സാധാരണ ബുധനും ശുക്രനും ഏതാനും ദിവസങ്ങൾ മാത്രമേ ഒന്നിച്ച് ഉണ്ടാകാറുള്ളൂ. എപ്പോഴും തൊട്ടടുത്തടുത്ത രാശികളിലായിരിക്കും സഞ്ചരിക്കുന്നത്, സൂര്യനും ബുധനും ശുക്രനും. അപ്പം ഈ ശുക്രനും ബുധനും യോജിച്ച് നിൽക്കുന്നത് അധിക ദിവസം ഉണ്ടാകാറില്ല. പക്ഷേ ഈ പ്രാവശ്യം ഈ ഓഗസ്റ്റ് മാസത്തിൽ കുറച്ച് കൂടുതൽ ദിവസങ്ങൾ ബുധനും ശുക്രനും ഒരേ രാശിയിൽ ഒന്നിച്ചാണ് നിൽക്കുന്നത്. അത് സൂര്യൻ്റെ രാശിയായ ചിങ്ങൻ രാശിയിലാണ് നിൽക്കുന്നത്. ബുധനൊരു വക്രാവസ്ഥയും ഉണ്ടാകുന്നുണ്ട് ഈ മാസം. തിരിച്ചൊന്ന് കർക്കിടകത്തിലേക്ക് വന്നിട്ട് പിന്നെ മുന്നോട്ട് ഉള്ള ഗതി ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ദിവസങ്ങൾ ഈ ബുധശുക്രയോഗം ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ധാരാളം അവസരങ്ങൾ ജീവിതത്തിലുണ്ടാകും. അവരതിനെ തിരിച്ചറിഞ്ഞ് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ അവർക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ ചുരുക്കമായിട്ട് തന്നെ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ ഗുണഫലം ഉണ്ടാകുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കാനിടയുള്ളത് ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്കാണ്. കാരണം അവർക്ക് ലാഭത്തിൻ്റെ ഭാവമായ 11ലാണ് ഈ ലക്ഷ്മി നാരായണ യോഗം രൂപം കൊള്ളുന്നത്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കന്നിക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയും, തുലാക്കൂറുകാർക്ക് മാസം മുഴുവനും ഗുണകരമായിരിക്കും. തുലാക്കൂറുകാർക്കാണ് കൂടുതൽ ഗുണമുള്ളത്. പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ധാരാളം സമ്പത്തും ജീവിതത്തിൽ ധാരാളം അവസരങ്ങളും കൈവരുന്നതാണ്. സ്വന്തം നിലപാടൊക്കെ എടുക്കാനായിട്ട് സാധിക്കും എല്ലാ വിഷയങ്ങളിലും. ദാമ്പത്യ ജീവിതം പൊതുവെ സുഖകരമായിരിക്കും. ദമ്പതികൾക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള, ഇപ്പോൾ 2 സ്ഥലത്തായിരുന്നു ജോലിയെങ്കിൽ ഈ സമയത്ത് ഒരേ സ്ഥലത്തേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സാമൂഹ്യ സേവനത്തിന് സമയം കണ്ടെത്തുന്നതാണ്. ബിസിനസ്സിൽ കൂടുതൽ അവസരങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന കാലഘട്ടമാണ്. പൊതുവെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ
ധാരാളം അവസരങ്ങൾ, നേട്ടങ്ങൾക്കുള്ള ധാരാളം അവസരങ്ങൾ ജീവിതത്തിൽ വന്നെത്തുന്നതാണ്. കൃഷി സംബന്ധമായിട്ടുള്ള ആദായവും വർദ്ധിക്കുന്നതാണ്. പിന്നെ ഈ പണം പല വഴികളിൽ കൂടെ വരുമെന്ന് പറഞ്ഞല്ലോ. ബിസിനസ് നമുക്ക് കുറേയേറെ ബിസിനസ് ബന്ധങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും. അപ്പോൾ അതിലൂടെ സാമാന്യം നല്ല ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ട് അമിതമായിട്ട് എടുത്തു ചാടി ആഡംബര വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടരുത്. ഒരല്പം കരുതൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം ഈ യോഗങ്ങളെന്ന് പറയുന്ന ഇത്തരം ഗ്രഹയോഗങ്ങളൊക്കെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മാറുന്നതാണ്. ഈ അവസരത്തിൽ നമ്മൾ പുതിയ കാര്യങ്ങൾക്ക് തുടക്കമിടുകയും പുതിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണിത് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം. വരുന്ന സമ്പത്ത്, നമ്മൾ ആ സമ്പത്ത് എന്നും വന്നുകൊണ്ടിരിക്കും, അതുകൊണ്ട് ഇത് വാരി ചെലവഴിക്കാം എന്ന് വിചാരിക്കരുത്. സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അടുത്ത ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്കും 11-ലാണ് ബുധനും ശുക്രൻ യോഗം ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല അനുഭവങ്ങൾ, സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. ഒരു രാജയോഗത്തിൻ്റെ ഫലം അവർക്ക് കിട്ടുന്നതാണ്. ധനം ധാരാളമായിട്ട് ലഭിക്കുന്നതാണ്. ഉദ്യോഗത്തിൽ അധികാരമുള്ള ചുമതലകൾ ലഭിക്കും. മത്സരങ്ങളിൽ വിജയിക്കാനായിട്ട് സാധിക്കും. സാമ്പത്തിക പ്രയാസം നന്നായിട്ട് മാറുന്ന കാലഘട്ടമാണ്. ബിസിനസ്സിൽ പുതിയ ബന്ധങ്ങൾ, പുതിയ സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. അത് നമ്മുടെ നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കാനായിട്ട് ഉപകാരപ്രദമാകും. ഇതോടൊപ്പം തന്നെ പൂർവിക സ്വത്തുക്കളിൽ നിന്നുള്ള ആദായങ്ങൾ ലഭിക്കും. പിന്നെ സൂര്യന് 10ഉം 11ഉം ഭാവങ്ങളിലായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട്, സൂര്യൻ ഇപ്പോൾ കർക്കടകത്തിലാണ്, ഇനി ചിങ്ങത്തിലേക്ക് വരുന്നു. അങ്ങനെ കർമ്മഭാവത്തിലും ലാഭഭാവത്തിലുമായിട്ട് സൂര്യൻ വരുന്നതുകൊണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കുകയും ധൈര്യം കൂടുകയും മനസ്വസ്ഥതയോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ 2-3 തരത്തിൽ ഈ ഒരു കാലം, ഈ ഓഗസ്റ്റ് മാസം അവർക്ക് ഗുണകരമാകുന്നതാണ്. അങ്ങനെ നമ്മുടെ ഒരു നയപരമായിട്ട് വ്യത്യാസം വരുത്താതെ തന്നെ ജീവിതത്തിൽ ഗുണകരമായ കുറേയേറെ മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാകും. അടുത്ത വിശാഖം നക്ഷത്രക്കാരാണ്. വിശാഖ നക്ഷത്രക്കാരായ ഉദ്യോഗസ്ഥർക്ക് വളരെ അനുകൂല സന്ദർഭമാണ്. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട പ്രൊമോഷന്, രേഖകൾ, ആനുകൂല്യങ്ങൾ, ഇൻക്രിമെൻ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വന്നു ചേരുന്നതാണ്. മുടങ്ങിക്കിടന്ന ശമ്പള വർധനമൊക്കെ ഈ സമയത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ജോലിയിൽ അല്ലെ കർമ്മരംഗത്ത് നമുക്ക് ആരുടെയും മുഖം നോക്കാതെ നമ്മുടെ ഒരു വിശ്വാസവും ധൈര്യവും അനുസരിച്ച്, അല്ലെ നമ്മുടെ ഒരു ആശയം അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ആളുകൾക്ക് കുറച്ചൊരു ദേഷ്യമൊക്കെ ഉണ്ടാക്കുമെങ്കിലും പിന്നീട് നമ്മളുടെ ആശയങ്ങളിലേക്ക് അവരും വന്നെത്തും. അപ്പോൾ സാമൂഹ്യ പ്രവർത്തകരാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും അവർ സ്വന്തം നിലപാടുകൾ ഈ സമയത്ത് എടുക്കുന്നതിലൂടെ അവർക്ക് സ്വന്തമായിട്ടൊരു സ്ഥാനം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഉദ്യോഗസ്ഥരാണെങ്കിലും ഒരു സ്വന്തം നിലപാട് ധൈര്യപൂർവ്വം എടുക്കുന്നതിലൂടെ അവർക്ക് പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം വളരെയേറെ അനുമോദനങ്ങൾ ലഭിക്കുന്നതാണ്. പിന്നെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനൊക്കെ മുൻകൈയെടുക്കും. കുടുംബത്തിലെ കൂട്ടായ്മകളൊക്കെ വിളിച്ചു ചേർക്കാനായിട്ട് തയ്യാറാകും. വസ്തു വ്യവഹാരങ്ങളൊക്കെ അനുരഞ്ജനമായിട്ട് പരിഹരിക്കാനായിട്ട് സാധിക്കും. ആരെങ്കിലുമായിട്ട് തർക്കമൊക്കെ ഉണ്ടായിരുന്നത് ഈ സമയത്ത് പരിഹരിക്കാൻ സാധിക്കും. ഈ സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഈ 10-20 ദിവസത്തിനകം എന്ന് വിചാരിക്കരുത്. ഇപ്പോൾ അതിനുള്ള ഒരു തുടക്കം, ഒരു ബേസ് രൂപം കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴതിനുള്ള ഒരു ആശയം രൂപം കൊടുക്കാം. അതിനുള്ള ആൾക്കാരെ കണ്ട് അങ്ങനെയുള്ള ചർച്ചകൾ നടത്തി ആ പ്രശ്നങ്ങളൊക്കെ രമ്യമായിട്ട് പരിഹരിക്കാം, നഷ്ടം കൂടാതെ പരിഹരിക്കാനായിട്ട് സാധിക്കും. പിന്നെ കരാറുകളുടെ രേഖകളൊക്കെ കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രം ഒപ്പിട്ടെടുക്കുക. വലിയ വഞ്ചനകൾക്ക് സാധ്യതയില്ല എങ്കിൽ പോലും നമ്മളെ കൊണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കരാറാണോ, വ്യവസ്ഥകളെല്ലാം നമുക്ക് പാലിക്കാൻ പറ്റുന്നതാണോ എന്നൊന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ കരാറുകൾ മുഖേന ധനലാഭത്തിനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് അങ്ങനെയുള്ള ചില കോൺട്രാക്റ്റ് വർക്കുകൾ നല്ല രീതിയിലുള്ളത് അവർക്ക് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ മാതാപിതാക്കളോടൊപ്പം ചെലവഴിക്കാനുള്ള സമയം കണ്ടെത്തുന്നതാണ്. തീർത്ഥാടനങ്ങളൊക്കെ നടത്താനും വിശാഖ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. അടുത്തത് ചിങ്ങക്കൂറുകാരാണ്. ചിങ്ങക്കൂറുകാർക്ക് ജന്മക്കൂറിലാണ് ലക്ഷ്മി നാരായണ യോഗം രൂപം കൊള്ളുന്നത്. അപ്പോൾ ശുക്രൻ ജന്മക്കൂറിൽ സഞ്ചരിക്കുന്ന സമയത്ത് ധാരാളം ധനം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ബുധനും കൂടെ അവിടെ ഉള്ളതുകൊണ്ട് ബുധന് ജന്മക്കൂറിലുള്ള സഞ്ചാരം അത്ര ഗുണകരമല്ലെങ്കിലും ബുധശുക്ര യോഗം എന്ന് പറയുന്നത് ചിങ്ങക്കൂറുകാർക്ക് ഗുണകരമായിട്ടാണ് വരുന്നത്. ചിങ്ങക്കൂറിൽപ്പെടുന്ന മകം, പൂരം, ഉത്രം. മകനക്ഷത്രക്കാർക്ക് പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന വ്യാപാരങ്ങളിൽ വളരെ പുരോഗതി ഉണ്ടാകുന്നതാണ്. കസ്റ്റമേഴ്സൊക്കെ ധാരാളമായിട്ട് വന്നെത്തുന്നു. ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കും. പിന്നെ സ്വർണം തുടങ്ങിയ വസ്തുക്കൾ, ആഭരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അല്പം ചിലവ് വർദ്ധിക്കുന്നതായിട്ട് തോന്നാമെങ്കിലും ഭാവിയിലേക്കുള്ള
ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഈ സമയത്ത് ചെയ്യാൻ സാധിക്കും. പിന്നെ എന്താണ്, നല്ല തൻ്റെ ഇടത്തോടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്ന കാലമാണ്. ഔദ്യോഗിക കാര്യങ്ങളിൽ ഒരല്പം തൃപ്തിക്കുറവ് ഉണ്ടായേക്കാം. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ജോലി സ്ഥലത്ത് പൂർണ്ണ തൃപ്തി ഉണ്ടായിരിക്കുകയില്ല. എങ്കിൽ പോലും നമ്മുടെ കാര്യങ്ങളിൽ നമ്മുടെ നിലപാട് അംഗീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ കൂട്ടു ബിസിനസ്സുകളിലെ പോരായ്മകളൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്മാറുകയും സ്വന്തമായിട്ട് ചില വ്യാപാരങ്ങൾ ആരംഭിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന കാലമാണ്. നമുക്ക് നേരത്തെ ലഭിക്കാതിരുന്ന പല കാര്യങ്ങളും, സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യമാകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവർ കടം വാങ്ങിച്ചിട്ട് തരാതിരുന്ന പൈസയാകട്ടെ, അതൊക്കെ ഈ സമയത്ത് നമ്മുടെ കൈവശം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സാമൂഹ്യമായ പല കാര്യങ്ങൾക്കും നേതൃത്വം വഹിക്കാനായിട്ട് സാധിക്കുന്നതാണ്. രാഷ്ട്രീയ രംഗത്താണെങ്കിലും സാമൂഹ്യ പ്രവർത്തന രംഗത്താണെങ്കിലും ഒരു നേതൃപരിവേഷം ലഭിക്കുന്ന കാലഘട്ടമാണ്. ബന്ധുക്കളുടെ ഇടയിലെ തർക്കങ്ങളിൽ ഇടപെടുന്നത് മാത്രം സൂക്ഷിച്ചു വേണം, അല്ലെങ്കിൽ അതിൽ ദുഷ്പേരുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണൊരു നെഗറ്റീവ് കാര്യം ഇവിടെ പറയാനുള്ളത്. മകനക്ഷത്രക്കാർ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് പൂരനക്ഷത്രമാണ്. പൂരനക്ഷത്രക്കാർക്ക് ജന്മക്കൂറിലാണ് സഞ്ചരിക്കുന്നത് ലക്ഷ്മി നാരായണ യോഗം ഉണ്ടാകുന്നത്. സൂര്യൻ ജന്മക്കൂറിലേക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വന്നു ചേരുന്നതാണ്. അപ്പോൾ ശാരീരികമായിട്ടൊരല്പം ആയാസം ഉണ്ടാകാം സൂര്യൻ ജന്മക്കൂറിലേക്ക് വരുന്നത് കൊണ്ട്. പക്ഷേ ഈ സൂര്യൻ്റെ സ്വന്തം രാശിയാണല്ലോ ചിങ്ങക്കൂറ്, അല്ലെ ചിങ്ങൻ രാശി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യൻ ചിങ്ങൻ രാശിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് രാജതുല്യമായ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ലക്ഷ്മി നാരായണ യോഗം കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ചിങ്ങക്കൂറിൽപ്പെട്ട ഈ മകം പൂര ഉത്രം നക്ഷത്രക്കാർക്ക് ധാരാളം കാര്യങ്ങൾ സാധിച്ചു കിട്ടും. പ്രത്യേകിച്ച് അധികാരം സംബന്ധിച്ചതോ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടതോ ആയ പല കാര്യങ്ങളും ഈ സമയത്ത് സാധിച്ചു കിട്ടും. പൂര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അന്യനാടുകളിൽ പോയി ജോലി തേടാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദേശ യാത്രാ യോഗമുണ്ട്. പിന്നെ അടുത്ത ബന്ധുക്കളിൽ നിന്ന് അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നൊക്കെ ധനം നമ്മളിലേക്ക് വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട്. ധനപരമായിട്ട് ദോഷം ചെയ്യാത്തൊരവസ്ഥയിലാണ് കുംഭത്തിലെ ശനി നിൽക്കുന്നത്. 7ലാണ് ശനി സഞ്ചരിക്കുന്നതെങ്കിൽ പോലും ഇപ്പോൾ വക്രത്തിലാണ് ശനിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധനപരമായിട്ട് വലിയ ദോഷം ചെയ്യുകയില്ല. പിന്നെ കുംഭക്കൂർ എന്ന് പറയുന്നത് ശനിയെ സംബന്ധിച്ച് ഇഷ്ടപ്പെട്ട രാശി ആയതുകൊണ്ടും ശനി വലിയ മാരകമായിട്ടുള്ള ദോഷമൊന്നും ചെയ്യുകയില്ല. അങ്ങനെ പല രീതി നോക്കുമ്പം ചിങ്ങക്കൂറിൽപ്പെട്ട ആളുകൾക്ക് വളരെ ഗുണകരമായ ഒരു കാലഘട്ടമാണ് ഈ ഓഗസ്റ്റ് മാസം. അപ്പോൾ ധനപരമായിട്ട് വളരെ ഗുണം ചെയ്യുന്നതാണ്. ഈ വ്യാഴവും ചൊവ്വയും 10ൽ സഞ്ചരിക്കുന്നത് ഗുണകരമല്ല എങ്കിൽ പോലും ചെറുകിട സംരംഭങ്ങളിൽ നിന്നൊക്കെ നല്ല വരുമാനം കിട്ടുന്നതാണ്. വലിയ വ്യാപാരികളെ സംബന്ധിച്ച് നിലവിലുള്ളതിൽ നിന്ന് ഒരല്പം ഉയർച്ചയായിരിക്കും ഉണ്ടാകുന്നത്. ചെറുകിട വ്യാപാരികൾക്കാണ് കൂടുതൽ നേട്ടങ്ങൾക്ക് സാധ്യതയുള്ളത്. ചെലവ് ചുരുക്കാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടുന്നതാണ്. പ്രൊമോഷനോട് കൂടിയ സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്പം വിയോജിപ്പൊക്കെ ഈ മാസം നേരിടേണ്ടി വന്നേക്കാം. എങ്കിലും നമ്മുടെ നിലപാടുകൾ അംഗീകരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അവർക്ക് ഉണ്ടാകും. അതായത് നേതൃത്വം നമ്മളിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ധൈര്യപൂർവ്വം ആത്മവിശ്വാസത്തോടെ നമ്മൾ 2-3 തവണ ആലോചിച്ച ശേഷം മാത്രം ഒരു നിലപാട് സ്വീകരിക്കുക. നിലപാടുകൾ മാറ്റുന്ന ഒരാൾക്ക് നേതാവാകാൻ പറ്റിയില്ല. എപ്പോഴും നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നേതൃസ്ഥാനം കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഉറച്ച നിലപാടെടുക്കുന്നതിന് മുമ്പ് പലവട്ടം ആലോചിച്ച് ഉറപ്പിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക. അനുയായികൾ പുറകെ വന്നുകൊള്ളൂ. പിന്നെ വിവാഹാലോചനകൾക്ക് പുരോഗതി ലഭിക്കുന്ന കാലഘട്ടമാണ്. വിവാഹ ബന്ധത്തിലൂടെ ധനപരമായിട്ടും വ്യാപാര സംബന്ധമായിട്ടും ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരുന്നതാണ് ഈ സമയത്തുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. ആദ്യം പറഞ്ഞാൽ സൂര്യൻ കർമ്മ ഭാവത്തിലും അതിനുശേഷം സൂര്യൻ 12ലും പിന്നീട് ജന്മത്തിലേക്കുമാണ് വരുന്നത്. സൂര്യൻ ഇപ്പോൾ കർക്കിടകത്തിലാണ്, അത് ചിങ്ങത്തിലേക്ക് വരുന്നു, ജന്മക്കൂറിലേക്ക് വരുന്നു. അപ്പോൾ ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് യാത്രകൾ കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും. ശാരീരികമായിട്ടൊരല്പം ആയാസം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ സൂര്യൻ 12ൽ വരുന്നത് കൊണ്ട് ഉത്തര നക്ഷത്രത്തിൻ്റെ കന്നിക്കൂറിൽപ്പെടുന്ന ആളുകൾക്കും അല്പം ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. എന്നാലും പിന്നെ ഉത്രം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഗസ്റ്റ് മാസത്തിൻ്റെ ആദ്യം മുഴുവൻ സൂര്യൻ 11ലാണ്. സൂര്യൻ ലാഭഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് അവർക്ക്
ഏതാണ്ട് ആഗസ്റ്റ് മാസം പകുതി വരെ വളരെ ഗുണകരമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ലക്ഷ്മി നാരായണ യോഗത്തിൻ്റെ ഫലവും ഉത്തര നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ നേരത്തെ ആസൂത്രണം ചെയ്ത പദ്ധതികളിലെല്ലാം വളരെ വിജയകരമായ രീതിയിൽ അത് പൂർത്തിയാക്കാൻ അവർക്ക് സാധിക്കുന്നതാണ്. വ്യാഴം ഭാഗ്യഭാവമായ 9-ലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതും ഗുണകരമാണ്. അപ്പോൾ ഈ ഉത്തര നക്ഷത്രം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ കാൽഭാഗം ചിങ്ങക്കൂറിലും അവസാന മുക്കാൽ ഭാഗം കന്നിക്കൂറിലുമായിട്ടാണ്. അപ്പോൾ കന്നിക്കൂറുകാർക്ക് ചില കാര്യങ്ങളിൽ വളരെ ഗുണകരമായിട്ട് അനുഭവപ്പെടുന്നു. ചിങ്ങക്കൂറിൽപ്പെടുന്നവർക്ക് ലക്ഷ്മി നാരായണ യോഗം കൊണ്ടുള്ള ധനലാഭവും ഉണ്ടാകുന്നു. അങ്ങനെ ഈ 2 കൂറുകളിലും പെടുന്ന ഉത്തര നക്ഷത്രക്കാർക്ക് ഗുണകരമായൊരു കാലഘട്ടമാണ്. ലോട്ടറി, ഭാഗ്യ നറുക്കെടുപ്പുകൾ തുടങ്ങിയവയിലൊക്കെ വിജയമുണ്ടാകാനുള്ള യോഗമുണ്ട്. 9-ലെ ചൊവ്വയുടെ സ്ഥിതി നല്ലതല്ലെങ്കിലും ഗുരുമംഗള യോഗമായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഗുണകരമായിട്ട് വരുന്നതാണ്. ജോലി ചെയ്യുന്ന മേഖലയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും അതിലൂടെ പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു ടീം ലീഡർ ആകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നതാണ്. ശമ്പളത്തിൽ വർധനവുണ്ടാകാം. പിന്നെ നമ്മൾ ഒന്നിച്ച് ഒരു സംഘം ഉണ്ടാക്കിയിട്ട് ഒരു വ്യാപാരത്തിലൊക്കെ ആണെങ്കിലും വ്യാപാരികളുടെ ഒരു സംഘം ഉണ്ടാക്കിയിട്ട് ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ പോലെ ഉണ്ടാക്കിയിട്ട് അതിലൂടെ വ്യാപാര മേഖല വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഉത്തര നക്ഷത്രക്കാർക്ക്. പിന്നെ ശാരീരികമായ കാര്യങ്ങൾക്കൊക്കെ വ്യായാമം, ശരീരത്തിന് നല്ല ഭക്ഷണം, നല്ല ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാനായിട്ട് ഉദ്യമിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശരീരത്തിനും മനസ്സിനും ഗുണകരമായിട്ട് തീരുന്ന ഒരു മാസമാണ് ഈ ഓഗസ്റ്റ് മാസം. കടങ്ങൾ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. തൊഴിൽ കിട്ടാനായിട്ട് ശ്രമിക്കും. നല്ലൊരു ജോലി കിട്ടാനായിട്ട് നന്നായിട്ട് ശ്രമിക്കും. മിക്കവാറും പേർക്ക് അതിൽ വിജയിക്കാനും സാധിക്കുന്നതാണ്. പിന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ പണം നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് ലാഭവിഹിതമായിട്ട് നല്ലൊരു തുക കിട്ടാനും യോഗമുണ്ട്. പിന്നെ ശുക്രൻ എന്ന് പറയുന്നത് ആഡംബരങ്ങളുടെ, ആഘോഷങ്ങളുടെ ഒരു ഗ്രഹം കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് യാത്രകൾ, ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാനും ഈ സമയത്ത് സാധ്യതയുണ്ട്. അടുത്തത് ഈ ലക്ഷ്മി നാരായണ യോഗം ഗുണകരമായിട്ട് വരുന്നത് മൂലം, പൂരാട, ഉത്രാടം നക്ഷത്രക്കാർക്കാണ്. അവർക്ക് ഭാഗ്യഭാവമായ 9-ലാണ് ഈ ലക്ഷ്മി നാരായണ യോഗം ഉണ്ടാകുന്നത്. അപ്പോൾ മൂലം നക്ഷത്രക്കാർക്ക് പൊതുവെ നോക്കുമ്പോൾ ഒരു ശരാശരി കാലമായിരുന്നു എങ്കിലും അവർക്ക് ഈ ലക്ഷ്മി നാരായണ യോഗം ഭാഗ്യഭാവത്തിൽ വരുന്നതുകൊണ്ട് തന്നെ ധനലാഭത്തിനുള്ള പല വഴികളും തുറന്നു കിട്ടുന്നതാണ്. അപ്പം ധാരാളം അവസരങ്ങൾ, ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി, ബിസിനസ്സിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഈ വാതിലുകൾ തുറക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. പെട്ടെന്നൊരാൾ വന്നിട്ട് ഇന്ന ബിസിനസ് നമുക്ക് ചെയ്യാം, പൈസ മുടക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചാടി വീഴേണ്ട കാര്യമില്ല. പക്ഷെ അതിനെപ്പറ്റി നന്നായിട്ട് മനസ്സിലാക്കാനും ഒന്ന് തുടങ്ങി വെക്കാനും കഴിയുന്ന സന്ദർഭമാണ്. എടുത്തു ചാടി ഒന്നും ചെയ്യണം എന്ന് നമുക്ക് പറയാനൊക്കില്ല, കാരണം അങ്ങനെയല്ല അതിൻ്റെ ഒരു രീതി. എങ്കിലും മൂലനക്ഷത്രക്കാർക്ക് ശനി 3-ൽ സഞ്ചരിക്കുന്ന കാലമാണ്. അത് വളരെ ഗുണകരമാണ്. ഈ മൂലനക്ഷത്രം ധനുക്കൂറിൽ വരുന്നതാണ്. ധനുക്കൂറുകാരുടെ 3-ലാണ് ശനി സഞ്ചരിക്കുന്നത്. 3-ൽ ശനി സഞ്ചരിക്കുമ്പം കൃഷിയിൽ നിന്ന് ലാഭം, രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾ, സാമൂഹ്യ പ്രവർത്തകർക്ക് നേട്ടങ്ങൾ, ഇതെല്ലാം ഉണ്ടാകും. പിന്നെ മൂലനക്ഷത്രക്കാരുടെ നോക്കുമ്പോൾ വിദേശത്ത് പോകാനായിട്ട് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. വീട് പണി പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും, അതൊന്നും കാര്യമാക്കേണ്ടതില്ല. വീട് പണി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. കർമ്മരംഗത്ത് കാര്യങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിലൂടെ അംഗീകാരം ലഭിക്കുന്നതാണ്. പക്ഷേ തിടുക്കം കാണിച്ചുള്ള എക്സിക്യൂഷൻസ് ഒഴിവാക്കണം. വളരെ തിടുക്കമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തൊരു പെർഫെക്ഷൻ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധയോടുകൂടി ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന കാലമാണ്. അപ്പോൾ നമ്മൾ വെറുതെ എടുത്തു ചാടി പെട്ടെന്ന് തീർക്കാനായിട്ട് നോക്കണ്ട. അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക, നല്ല രീതിയിൽ പൂർത്തിയാക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഒരു നേതൃത്വവും ഒരു അംഗീകാരവും ഒക്കെ കിട്ടുന്നതാണ്. ധാരാളം പേരെ സഹായിക്കാനായിട്ട് സാധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ട് സാധിക്കും. ശത്രുക്കളുടെ നീക്കങ്ങളൊക്കെ തടയപ്പെടും. ഔദ്യോഗിക യാത്രകൾ മുഖേന നേട്ടങ്ങളുണ്ടാകും. സഹോദരന്മാരുടെ പിന്തുണ ലഭിക്കുന്നതാണ്. കുടുംബാംഗങ്ങളുടെ പിന്തുണ പൊതുവെ ലഭിക്കുന്ന കാലഘട്ടമാണ്. ലോട്ടറി ഭാഗ്യവും ഉണ്ട്. വലിയ തോതിലല്ലെങ്കിലും ചെറിയ തോതിൽ ലോട്ടറി, ഭാഗ്യക്കുറി, ഭാഗ്യ നറുക്കെടുപ്പുകൾ ഇവയിലൊക്കെ ലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
അടുത്ത പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാർക്ക് മാസം മുഴുവനും അത്ര ഗുണകരമെന്ന് പറഞ്ഞുകൂടാ. എങ്കിലും ഈ ലക്ഷ്മി നാരായണ യോഗം 9-ൽ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ധനപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയില്ല. ഈ ചെലവ് അല്പം വർദ്ധിക്കും എന്നുള്ളതാണ്. ചെലവ് കുറച്ച് കൂടുതലായിരിക്കും പൂരാട നക്ഷത്രക്കാർക്ക്. അന്യദേശത്ത് ജോലി നോക്കേണ്ടി വന്നേക്കാം, അതും ചെലവിന് കാരണമാകുമല്ലോ. പൂർവിക സ്വത്തിൻ്റെ വിഹിതം ലഭിക്കുന്നതാണ്. പിന്നെ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, അത് പരസ്പരം പറഞ്ഞു തീർക്കുന്നതാണ് ഏറ്റവും ഗുണകരം. നറുക്കെടുപ്പ്, ചിട്ടി മുതലായവയിൽ നിന്നും ധനലാഭത്തിന് യോഗമുണ്ട്. ജോലി പ്രമോഷനോടുകൂടിയ സ്ഥലം മാറ്റത്തിനാണ് സാധ്യത. പിന്നെ പിതാവിൻ്റെ ഇഷ്ടം ലഭിക്കുന്നത് കൊണ്ട് പിതാവിൽ നിന്നും ധനലാഭം ഉണ്ടാകാം. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ ശമ്പള വർധനവിന് സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കുന്നതാണ്. സ്വകാര്യ മേഖലയിലാണെങ്കിലും സർക്കാർ മേഖലയിലാണെങ്കിലും മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കും. പല പല കാര്യങ്ങളും മത്സരങ്ങളുമൊക്കെ സംഘടിപ്പിക്കാനായിട്ട് സാധിക്കും. പൊതുവെ നല്ല രീതിയിൽ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നതാണ്. വീട് ഒന്ന് പുതുക്കി പണിയാനുള്ള തുടക്കം ഇടാനുള്ള സാധ്യതയുണ്ട് ചിങ്ങമാസത്തിൽ. അടുത്ത ഉത്രാട നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് അല്പം പരിശ്രമം കൂടുതലായിട്ട് വേണ്ടി വരുമെങ്കിലും ധനപരമായിട്ട് ധാരാളം നേട്ടങ്ങൾ അവർക്ക് ഈ സമയത്തുണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ തെറ്റായ ഉപദേശങ്ങൾ സ്വീകരിക്കരുത് എന്നുള്ളതേ പറയാനുള്ളൂ. എപ്പോഴും ഈ സാമ്പത്തിക കാര്യങ്ങളിൽ പലരും കാണും ഉപദേശിക്കാൻ, അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ്. ബിസിനസ് ആണെങ്കിലും നമ്മൾ അല്ലാതെ ചെയ്യുന്ന എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും അതിലൊക്കെ ഉപദേശകർ ധാരാളമായിട്ട് കാണും. അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കുക. തീരുമാനം എടുക്കുന്നത് നമ്മൾ സ്വയം ഒന്ന് പഠിച്ച ശേഷമായിരിക്കണം. ഇപ്പോൾ ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഫ്യൂച്ചർ മാർക്കറ്റ്, ഊഹക്കച്ചവടം, അതിലൊക്കെ പണം മുടക്കുന്ന ആളുകൾ അതിനെപ്പറ്റി ഒന്ന് പഠിക്കുക. ഇപ്പം നമുക്ക് ഈ ഗൂഗിളിൽ കൂടെ സെർച്ച് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മലയാളത്തിലുള്ള ധാരാളം ലേഖനങ്ങളും ലഭ്യമാണ്. അപ്പോൾ അതിലൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് നമുക്കിത് പറ്റുമോ, നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എന്താണെങ്കിലും അവർക്ക് ധനപരമായിട്ട് ഗുണം ലഭിക്കുന്ന കാലഘട്ടമാണ്. വ്യാപാരികളെ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് തൃപ്തികരമായ രീതിയിലുള്ള പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുകയാണെങ്കിൽ വ്യാപാരം നല്ലൊരു അളവ് വരെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. സ്ഥിരം കസ്റ്റമേഴ്സിനെ കുറേ പേരെ ലഭിക്കുന്നതുമാണ്. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. എതിരാളികളുടെ ദുഷ്പ്രചരണങ്ങൾ നിഷ്പ്രഭമായി പോകും. ജീവിത പങ്കാളിക്ക് തൊഴിൽ രംഗത്ത് നല്ല വളർച്ചയുണ്ടാകും. മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ധാരാളം ഗുണാനുഭവങ്ങൾ, ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ നറുക്കെടുപ്പുകളി ഭാഗ്യം ഇതൊക്കെ ഉണ്ടാകും. ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാം. ചിലപ്പോൾ ഈ ഓട്ടോണമസ് ബോഡികളുണ്ട്, സർക്കാരിലൊക്കെ തന്നെ സ്വതന്ത്ര സ്ഥാപനങ്ങളുണ്ടല്ലോ, സർക്കാരിൻ്റെ കീഴിലുള്ള അണ്ടർടേക്കിങ്ങുകൾ, അങ്ങോട്ടൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടാം. ഏതെങ്കിലും ഒരു ഓണറേറിയം ആണെങ്കിൽ പോലും നമുക്ക് മാസം നല്ലൊരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്ന ഒരു അവസ്ഥ ഈ ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ഉണ്ടാകും. ലക്ഷ്മി നാരായണ യോഗം അവർക്ക് വളരെ ഗുണകരമായിട്ട് അനുഭവപ്പെടും. അടുത്തതായിട്ട് ഈ യോഗം കർമ്മഭാവത്തിൽ രൂപപ്പെടുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചും ഈ ലക്ഷ്മി നാരായണ യോഗം വളരെ ഗുണകരമാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ധാരാളം ഗുണങ്ങൾ ഈ യോഗം ചെയ്യുന്നതാണ്. വിശാഖമുണ്ട്. വിശാഖത്തിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, തുലാക്കൂറിൻ്റെ കാര്യം പറഞ്ഞപ്പം പറഞ്ഞിട്ടുണ്ട്. വിശാഖ നക്ഷത്രക്കാർക്ക് ധന നേട്ടങ്ങളും പൂർവിക സ്വത്തിൽ നിന്നുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മാസത്തിൻ്റെ 2ാം പകുതി കൂടുതൽ മെച്ചമാണ്. മാസത്തിൻ്റെ ആദ്യം തന്നെ ധനപരമായിട്ടുള്ള ഗുണഫലങ്ങൾ അനുഭവപ്പെട്ട് തുടങ്ങുമെങ്കിലും 2ാം ഘട്ടമാകുമ്പോഴത്തേക്കും സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് കടന്ന ശേഷമാണ് കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നത്. മുതൽ മുടക്കിൽ നിന്നും നല്ല ലാഭം വന്നു ചേരാനായിട്ട് കാലം ഗുണകരമാണ്. പിന്നെ കരാറുകളൊക്കെ പുതുക്കിയെടുത്ത് പണികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പഴയ പണികൾ പൂർത്തിയാക്കി ബില്ല് മാറി നല്ല എമൗണ്ട് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. എല്ലാ കാര്യത്തിലും ലാഭം കയ്യിലേക്ക് വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. ബന്ധുക്കൾക്കൊക്കെ ഉപകാരം ചെയ്യാനായിട്ട് സാധിക്കും. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട അനുമതി പത്രങ്ങൾ, രേഖകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടും. നേരത്തെ വളരെ ബുദ്ധിമുട്ടിയിരുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് സാധിച്ചു കിട്ടും. വീടിൻ്റെ ലോണ് അടച്ചു തീർക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നല്ലൊരു പങ്ക് വരെ അടച്ച്
ബാധ്യത കുറയ്ക്കാനായിട്ട് സാധിക്കും. പൊതുപ്രവർത്തനം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വിദേശത്ത് പൗരത്വത്തിന് അപേക്ഷിക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഗുണകരമായൊരു കാലഘട്ടമാണ് ഈ ലക്ഷ്മി നാരായണ യോഗമുള്ള ഒരു സമയം. അടുത്ത തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കർമ്മഭാവത്തിൽ ബുധശുക്രയോഗം ഉള്ളതുകൊണ്ട് ധാരാളം നേട്ടങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് 7ലെ ഗുരുമംഗള യോഗവും ഉണ്ട്. പിന്നെ മാസത്തിൻ്റെ പകുതിയാകുമ്പോഴത്തേക്കും ബുധാദിത്യ യോഗവും ശുക്രാദിത്യ യോഗവും കൂടെ അവർക്ക് രൂപപ്പെടുന്നുണ്ട് കർമ്മഭാവത്തിൽ. അതുകൊണ്ട് തന്നെ ദൗത്യങ്ങൾ കൃത്യമായിട്ട് പൂർത്തീകരിക്കുന്നതിലൂടെ പ്രശംസാപത്രങ്ങൾ, അവാർഡുകൾ, ക്യാഷ് അവാർഡുകളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. സാമ്പത്തിക ആസൂത്രണം കൃത്യമായിട്ട് നടപ്പാക്കാൻ സാധിക്കും. കുടുംബത്തിലെ ബന്ധുക്കളുമൊക്കെ ആയിട്ടുള്ള എല്ലാ തർക്കങ്ങളും പരിഹരിച്ച് സ്വത്ത് വിഷയത്തിലൊക്കെ തീരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മംഗളകർമ്മങ്ങളിൽ പലതിലും പങ്കെടുക്കാനായിട്ട് അവർക്ക് സാധിക്കും. കൂട്ടുകച്ചവടത്തിൽ നമ്മുടെ അതേ ആശയങ്ങളുള്ള വ്യക്തികളെ ചേർത്ത് വ്യാപാരമൊക്കെ നന്നായിട്ട് വിപുലീകരിക്കാനായിട്ട് സാധിക്കും. രാഷ്ട്രീയ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ നല്ലൊരു നേതാവായിട്ട് മാറാനായിട്ട് സാധിക്കും. പിന്നെ വൃദ്ധരായിട്ടുള്ള ബന്ധുക്കളെയൊക്കെ സന്ദർശിക്കാനുള്ള യോഗമുണ്ട്. സാംക്രമിക രോഗങ്ങൾക്കെതിരെ ഒരു കരുതൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ തൃക്കേട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക. കാർത്തിക 2 കൂറിലായിട്ടാണ് വരുന്നത്, മേടവും ഇടവും. എങ്കിലും അവർക്കും സാമാന്യേന ഈ കാലം ഗുണകരമാണ്. അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 5ലാണ് ബുധശുക്ര യോഗം ഉണ്ടാകുന്നത്. അവർക്ക് വളരെ ഗുണകരമായൊരു കാലഘട്ടമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് 5ാം ഭാവത്തിലാണ് ഇത് രൂപം കൊള്ളുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ മേടക്കൂറുകാർക്ക് പൊതുവെ മറ്റ് 2 യോഗങ്ങൾ കൂടെ ഉണ്ട് അവർക്ക് ധനഭാഗ്യത്തിന്. ഒന്ന് വ്യാഴൻ 2ൽ സഞ്ചരിക്കുന്നു എന്നുള്ളതും മറ്റൊന്ന് ശനി 11ൽ സഞ്ചരിക്കുന്നു എന്നുള്ളതും. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ എതിർപ്പുകളൊക്കെ മാറ്റി ധാരാളം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ലോട്ടറി, ഭാഗ്യനറുക്കെടുപ്പുകൾ തുടങ്ങിയതിലൊക്കെ ലാഭത്തിന് സാധ്യതയുണ്ട്. വ്യാപാരം വളരെയേറെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. മക്കൾക്ക് വളരെ ഗുണകരമായ കാലഘട്ടമാണ്. മക്കൾക്കും സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്ന കാലഘട്ടമാണ്. പിതാവിൽ നിന്ന് ധനസഹായം കിട്ടും. പിതാവിന് സ്ഥാനലബ്ധി ഉണ്ടാകും. രാഷ്ട്രീയമായിട്ട് വളർച്ചയുണ്ടാകും. ശത്രുക്കളുടെ എതിർപ്പുകളെയൊക്കെ തോൽപ്പിച്ച് വ്യാപാര രംഗത്താണെങ്കിലും നമ്മുടെ ഏതൊരു പ്രവർത്തന രംഗത്തും, ജോലിയിലാണെങ്കിലും സാമൂഹ്യ പ്രവർത്തനത്തിലാണെങ്കിലും ഒക്കെ ശത്രുക്കളെ തോൽപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അർഹതയ്ക്കും ജോലിയിലെ മികവിനൊക്കെ അംഗീകാരം കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അർഹതപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അംഗീകാരം കിട്ടും. സാമൂഹ്യമായിട്ട് മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനങ്ങൾ വിലമതിക്കപ്പെടും. അങ്ങനെ പൊതുവെ നല്ല ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. അടുത്ത ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ തന്നെ ധനകാരകനായ വ്യാഴം 2ലുണ്ട്, ശനി 11ലുണ്ട്. കാർഷിക ആദായങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ്. ഈ പറഞ്ഞ പോലെ 5ാം ഭാവത്തിലെ ലക്ഷ്മി നാരായണ യോഗം അവർക്ക് വളരെയേറെ ഗുണകരമായിട്ട് വരുന്നതാണ്. ധാരാളം കാര്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാനും അതിലൂടെയൊക്കെ ധനലാഭം ഉണ്ടാക്കാനും സാധിക്കും. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് കുറച്ച് വിഷമിച്ചേക്കാം ദൂരെയുള്ളവർ. എങ്കിൽ പോലും പൊതുവെ സന്തോഷകരമായൊരു കാലഘട്ടമാണ്. ധനപരമായിട്ട് വളരെ ഗുണകരമാണ്. ഔദ്യോഗികമായിട്ട് ഉള്ള അനിശ്ചിതാവസ്ഥകളൊക്കെ മാറി ജോലിയിൽ സ്ഥിരതയും ജോലിയിൽ നിന്ന് നല്ല വരുമാനമൊക്കെ കിട്ടുന്നതാണ്. അവസരങ്ങൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഭരണി നക്ഷത്രക്കാർ അല്പം ശ്രദ്ധയോടെ ഇരിക്കുക. അവർക്ക് വരുന്ന അവസരങ്ങൾ അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഊഹക്കച്ചവടത്തിൽ ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബുദ്ധി നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രശ്നങ്ങളൊക്കെ മാറ്റി നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. കൃഷിയിലാണെങ്കിലും പിന്നെ കാര്യങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഔദ്യോഗിക കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ മേഖലകളിലേക്ക് അത് വ്യാപിപ്പിക്കാൻ സാധിക്കുന്നതാണ്. പൊതുവെ വ്യാപാരത്തിൽ ലാഭം വർദ്ധിക്കാൻ ഇടയുണ്ട്. ചെറിയ മനപ്രയാസങ്ങൾ, ചെറിയ തടസ്സങ്ങൾ, അല്പം അലച്ചിലൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം എന്നുള്ളത് ശ്രദ്ധിക്കുക. അതോർത്ത് നമ്മൾ വിഷമിക്കേണ്ടതില്ല. മാതൃബന്ധുക്കളുമായിട്ട് തർക്കങ്ങളാണ് ഈ മനപ്രയാസങ്ങൾക്ക് കാരണമാകാൻ ഇടയുള്ളത്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർ 2 കൂറിലായിട്ടാണ് വരുന്നത്, മേടക്കൂറിലും ഇടവക്കൂറിലും.
അതിൽ മേടക്കൂറുകാർക്ക് വളരെ ഗുണകരമാണ്. ലോട്ടറി ഭാഗ്യത്തിനും സാമ്പത്തിക ലാഭങ്ങൾക്കൊക്കെ വളരെ സാധ്യതയുണ്ട്. പിന്നെ ഇടവക്കൂറിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 4-ാം ഭാവത്തിലാണ് ബുധശുക്ര യോഗം ഉണ്ടാകുന്നത്. അപ്പം 4 ശുക്രൻ എന്ന് പറയുന്നത് ഗുണകരമാണ് ശുക്രനെ സംബന്ധിച്ചിടത്തോളം. ബുധശുക്ര യോഗം 4-ൽ വരുന്നത്, 4 എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തെയും വാഹനങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമായതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള കാര്യങ്ങൾക്ക് ഗുണകരമാണ്. വീട് പണി പൂർത്തിയാക്കാനും വീട് ഭംഗിപ്പെടുത്താനൊക്കെ സാധിക്കും. നല്ല വാഹനം വാങ്ങിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഏതൊരു കാര്യത്തെയും നമ്മുടെ ബുദ്ധി കൊണ്ടും വ്യക്തിപ്രഭാവം കൊണ്ടൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. യാത്രാക്ലേശത്തിന് സാധ്യതയുണ്ട്. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗം തേടുന്നവർക്ക് ഗുണകരമാണ്. കരാറുകാരെ സംബന്ധിച്ചിടത്തോളം പുതിയ കരാറുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിൽ പക്ഷേ വൻതോതിൽ മുതൽ മുടക്കാൻ പറ്റുന്നൊരു സമയമെന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന രീതിയിൽ ചെറിയ തോതിലുള്ള മുതൽ മുടക്കിനാണ് കൂടുതൽ നല്ലത്. വൻതോതിൽ പൈസ ഇറക്കേണ്ട കാര്യമില്ല. മാസത്തിൻ്റെ 2-ാം പകുതി ആകുമ്പോഴത്തേക്കും ആത്മവിശ്വാസം വർദ്ധിക്കുകയും കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ്. ഇനിയിപ്പം സാമാന്യമായ ഫലം കിട്ടുന്ന 2 നക്ഷത്രക്കാരുടെ ഉണ്ട്. കർക്കിടകക്കൂറിൽപ്പെട്ട പൂയം, ആയില്യം നക്ഷത്രക്കാർ. അവർക്ക് ഈ ബുധശുക്ര യോഗം, ലക്ഷ്മീനാരായണ യോഗം ഉണ്ടാകുന്നത് ധനഭാവമായ 2-ാം ഭാവത്തിലാണ്. അപ്പോൾ ഈ പൂയ നക്ഷത്രക്കാർക്ക് കുറച്ച് അലച്ചിലും മനസ്സംഘർഷമൊക്കെ ഉണ്ടായേക്കാം. എങ്കിൽ പോലും ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കുന്നു. സഹോദര ആനുകൂല്യം വർദ്ധിക്കും. കടബാധ്യതകൾ തീർക്കാനായിട്ട് സാധിക്കും. കുടുംബ സ്വത്തുക്കൾ സംബന്ധിച്ച് തർക്കങ്ങളൊക്കെ മാറിയിട്ട് അനുകൂലമായ തീരുമാനം ഉണ്ടാകും. അങ്ങനെ കുടുംബ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. 2-ാം പകുതി, മാസത്തിൻ്റെ 2-ാം പകുതി ആകുമ്പോഴത്തേക്കും ഗുണങ്ങൾ കൂടുതലായിരിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ നിന്ന് ആദരവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റൊന്ന് ആയില്യ നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രക്കാർക്ക് ജീവിതം കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. പ്രായോഗികമായ സമീപനത്തിലൂടെ മേലധികാരികളുടെ അംഗീകാരം ലഭിക്കുന്നതാണ്. സഹപ്രവർത്തകരിൽ നിന്ന് അത്ര സഹകരണം ഉണ്ടാവുകയില്ല. അല്പം ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. ഒരല്പം അലച്ചിൽ വർദ്ധിക്കുന്നതാണ്. വായ്പകളൊക്കെ നമ്മൾ അപേക്ഷിച്ചിരിക്കുന്നത് ഈ സമയത്ത് കിട്ടുന്നതാണ്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കൊക്കെ ഗുണകരമായ കാലഘട്ടമാണ്. ഈ ബിസിനസ് രംഗത്ത് നമ്മൾ ഫ്രാഞ്ചൈസി രീതിയിലുള്ള ബിസിനസ്സുകളൊക്കെ എടുത്ത് ചെയ്ത് അത് നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ബിസിനസ്സിലൊരു വൻ നേട്ടം എന്ന് നമുക്ക് ആയില്യ നക്ഷത്രക്കാർക്ക് പറയാൻ കഴിയില്ല ഈ സമയത്ത്. പിന്നെ ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണ്ടതാണ്. അങ്ങനെ നോക്കുമ്പം ധനഭാവം പുഷ്ടിപ്പെടുന്ന ഒരു കാലം ആണ് എന്ന് പറയാം. എങ്കിലും പൂർണ്ണമായിട്ടും ഈ നക്ഷത്രക്കാർക്ക് ഗുണകരമെന്ന് പറഞ്ഞുകൂടാ. അവർ വേണ്ട വഴിപാടുകളും പരിഹാരങ്ങളും ഒക്കെ ചെയ്താൽ നമുക്ക് തുറന്നു വരുന്ന അവസരങ്ങളുടെ വാതിലുകൾ പരമാവധി നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലക്ഷ്മി നാരായണ യോഗം വിവിധ നക്ഷത്രക്കാർക്ക് നൽകുന്ന ഗുണഫലങ്ങളെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ നക്ഷത്രക്കാർ ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പും ഗണപതി ഭഗവാന് വഴിപാട് ചെയ്യുക. വിഘ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെ അനുകൂലമായ ധാരാളം അനുഭവങ്ങൾ അതിലൂടെ നേടാവുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ മഹാദേവന് വഴിപാടുകൾ സമർപ്പിക്കുക. പിന്നെ ഈ ലക്ഷ്മി നാരായണ യോഗം എന്ന് പറയുന്നത് വൈഷ്ണവ സങ്കല്പത്തിലുള്ള ഒരു ഗ്രഹയോഗമായതുകൊണ്ട് തന്നെ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിൽ, അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതും അവിടെ അർച്ചന പോലുള്ള ചെറിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നതും വളരെ ഗുണകരമാണ്. അർച്ചനകളോ നെയ്വിളക്കോ ഒക്കെ തെളിയിച്ചാൽ മതി. വലിയ വൻതോതിൽ പണം മുടക്കിയുള്ള വഴിപാടുകളൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് നല്ല ഫലം കിട്ടുന്നതാണ്. ധനപരമായിട്ട് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായ ഒരു കാലഘട്ടമാണ് ഈ ഓഗസ്റ്റ് മാസം. അതിൻ്റെ ഏതാണ്ട് ഭൂരിഭാഗവും മുന്നോട്ട് പോകുന്ന ഈ ലക്ഷ്മി നാരായണ ഒരു 20 ദിവസത്തോളം വളരെ അനുകൂലമായ ഒരു സന്ദർഭമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവസരങ്ങൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അനുഗ്രഹങ്ങളും സഹായ സഹകരണങ്ങളും തുടർന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.